ഉമ്മ ഉമ്മ ഉച്ചക്ക് കൊണ്ടുള്ള ചോറ് എടുത്ത് വെച്ചിക്കണം. ഇല്ല വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോണ്ട്. ഓന്റെ പോക്ക് കണ്ടാലേ വല്ല കളക്ടർ പണിക്ക് പോണ പോലെ ഉണ്ടല്ലോ. ഉമ്മക്ക് എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞതിന് എന്താ അത്ര തെറ്റുള്ളത്? എത്രയോ പ്രാവശ്യം എനിക്ക് ഗൾഫിൽ പോക്ക് ശരിയായതാണ്. ജി ഇവിടെ കിടന്നിട്ട് ഉടായി പഠിക്കല്ലേ. അതെ, ഞാൻ മനഃപൂർവ്വം തന്നെ പോവായിരുന്നു. ഓൻ വലിയ ഒരു വർത്താനം പറയാൻ വന്നിക്കാണ്. ഇജ് എന്തെങ്കിലും കുടുംബത്തിൽ കൊടുന്ന് തരുന്നുണ്ടാ? എന്റെ 16-ാമത്തെ വയസ്സിലാണ് ഞാൻ എന്റെ പഠിപ്പ് നിർത്തിയിട്ട് ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ അധ്വാനിക്കുന്നത്. വാപ്പ ഉണ്ടാക്കി വെച്ച കടവും ഈ കുടുംബത്തിന്റെ ബാധ്യത, എന്റെ പഠിത്തം വരെ, എന്റെ ഭാവി വരെ നഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടെ ഇത്രയും കാലം എനിക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ചിട്ടുള്ളത്. അതെങ്ങനെ? ഞാൻ കൊണ്ടുവരുന്ന പണത്തിനെ മാത്രമേ നിങ്ങൾ സ്നേഹിക്കണുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല. വലിയ വർത്താനം പറഞ്ഞിട്ട് ഓൻ നേരം വെറുതെ അങ്ങോട്ട് പോവും, പിന്നെ ഇങ്ങോട്ട് വരും. ഇതന്നെ ഓനക്ക് പണിയുള്ളൂ. ഉമ്മ എന്തെങ്കിലും പറഞ്ഞാൽ അത് വലിയ കുറ്റാണ്. വയസ്സ് 33 എന്റെ ഒപ്പമുള്ളവരൊക്കെ കല്യാണം കഴിച്ച് ലൈഫ് സെറ്റിലായി. ഞാൻ ഇന്നേ വരെ എന്റെ ജീവിതത്തിനെ പറ്റിയിട്ട് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ ഗൾഫിൽ പോയാലെന്താ? എന്റെ പൈസക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ ഗൾഫിൽ പോന്ന് പറയുന്നത്, അല്ലാതെ എന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലല്ലോ. അതങ്ങനെ എടുക്കണ്ടോ എന്നും കൊടുത്തുകൊണ്ടിരിക്കും, വാങ്ങണ്ടോ എന്നും വാങ്ങിക്കൊണ്ടിരിക്കും. കാലൊടിഞ്ഞ് കിടക്കുമ്പോൾ പോലും തിരിഞ്ഞു നോക്കാത്ത നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സ്നേഹവും ഉത്തരവാദിത്വവും ഒക്കെ അറിയണമെങ്കിൽ പരീക്ഷയുടെ ഫലം കാത്തിരിക്കുന്ന സമയമോ കല്യാണപ്രായമോ ഒക്കെ ആകണം. ഒരു വ്യക്തിയുടെ നന്മയെക്കുറിച്ച് എല്ലാവരും നിശബ്ദരാണ്. ചർച്ച അയാളുടെ തിന്മയെക്കുറിച്ചാണെങ്കിൽ മൂകന്മാർ പോലും സംസാരിക്കും. വെളിച്ചത്തിലിരുന്ന് ഇരുട്ടിലകപ്പെട്ടവരെ കുറ്റപ്പെടുത്തുവാൻ എളുപ്പമാണ്. ഇരുട്ടിൽപ്പെട്ടവരെ ഒരു മിന്നാമിനിങ്ങിന്റെ വെട്ടം കാണിച്ചെങ്കിലും വെളിച്ചത്തിലെത്തിക്കാനാണ് പ്രയാസം. ചില നേരങ്ങളിലെ ചിലരുടെ വാക്കുകൾക്ക് ആളിക്കത്തിക്കുന്ന തീയേക്കാൾ പൊള്ളലേൽപ്പിക്കുവാൻ കഴിവുണ്ട്.